Thank you, thank you. వంగల కన్ని కోల విన్ను మందిరమే
கோழி குழம்பா புரியாம நான் பாக்குறேன். சமைச்சது இல்ல சமைச்சது தாண்டா உனக்காக எல்லாம் போடுறேன். கரு வச்சு பார்த்தா நீ பத்து ஏற்பு கேக்கு ஒட்டு மொத்த உடலாடுது. விச்சி விச்சி போன ஒரு ஒன்று மிளங்கிக்கு பக்கம் வந்து குளிராகுமே. கிச்சி ஜடம் வேணும் நாம கிட்டு போக. ஆமாங்க ஆமாங்க. சிங்கன மணி சிரிச்சு புட்டா நெஞ்சில ஆணி. வங்கல கண்ணி போல இன்னும் மந்திரமே நீ. மணி கிட்ட வாடி. சிங்கன மணி விரிச்சி போட்டா நெஞ்சில ஆணி. வெங்கல கண்ணி போல மீனும் மந்திரமே நீ. தெய்வத்துக்கு பக்கத்தில போகாதவ ஒரு நூலை இல்ல சேல கட்டி ஆளானவ. நீ வந்தாய வந்த காலி. ലക്ഷമാണെങ്കിൽ പ്രഭു, ലക്ഷപ്രഭു. കയ്യിലുള്ളത് കോടികളാണെങ്കിൽ അവൻ ഈശ്വരൻ, കോടീശ്വരൻ. ഇന്ന് എന്നോട് മത്സരിക്കാനുള്ള ആളെ കണ്ടെത്തുവാനുള്ള എന്റെ വേഗവിരൽ ചോദ്യം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ദ ചോദ്യം ഈസ്, ഞാൻ പറയുന്ന വാക്കുകളെ ക്രമത്തിൽ അടുക്കി അർത്ഥമുള്ള ഒരു മലയാള പഴഞ്ചൊല്ലാക്കി മാറ്റുക. എ അച്ചി, ബി കൊച്ചി, സി കണ്ടവന്, ഡി വേണ്ട. And the right answer is BC ഏറി. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. മത്സരാർത്ഥികളിൽ ഏറ്റവും വേഗത്തിൽ ഉത്തരം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അച്ചു അങ്കിളാണ്. വെൽക്കം അച്ചു അങ്കിൾ. ഓപ്പൺ ഗംഗനം സ്റ്റൈൽ. ഗംഗനം സ്റ്റൈൽ. ഓപ്പൺ ഗംഗനം സ്റ്റൈൽ. ഗംഗനം സ്റ്റൈൽ. ഓപ്പൺ ഗംഗനം സ്റ്റൈൽ. Sexy lady. Open Gangnam Style. Hey, sexy lady. Open Gangnam Style. നമസ്കാരം സർ. നമസ്കാരം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, മലപ്പുറം കണ്ടവന് പുറം വേണ്ട, തൊടുപുഴ കണ്ടവന് പുഴയും വേണ്ട. അപ്പൊ കൊയിലാണ്ടി കണ്ടവനോ? കൊയിലാണ്ടി കണ്ടവന് അത് വേണ്ടേ? വേണം. എന്നാ പിന്നെ അത് പോയി അണ്ണാനെ പോലെ നിൽക്കാതെ പരിപാടി തുടങ്ങണോ? സർ, നൗ യു ക്യാൻ ടേക്ക് യുവർ ഹോട്ട് സീറ്റ്. എന്തോ? ഹോട്ട് സീറ്റിൽ കയറി ഇരിക്കാമെന്ന്. ഞാനിപ്പോൾ ഇരിക്കുന്ന പ്രതിപക്ഷ സീറ്റ് തന്നെ ഹോട്ടായി മൊത്തത്തിൽ പൊള്ളിയിരിക്കുവാണോ? പൊള്ളലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പണ്ട് ഞാൻ പൊള്ളാച്ചിയിൽ ഷൂട്ടിങ്ങിന് പോയപ്പോഴുണ്ടായ ഒരു കോമഡി ഓർമ്മ വന്നത്. പറയട്ടെ? വേണ്ട. Now you are eligible to play with me. ഞങ്ങൾക്കുമാകണം കോടീശ്വരൻ.
നിയമങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? ഞാൻ വക്കീലല്ല. ഞാൻ സാറിനോട് 15 ചോദ്യങ്ങൾ ചോദിക്കും. ജനങ്ങളുടെയും പത്രക്കാരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് പോലെ നുണ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എന്നാൽ കുഴപ്പമാകും. യെസ്, ഒരൊറ്റ ചോദ്യം മതി ജീവിതം വഴിമുട്ടാൻ. ആവേശം കൊള്ളാം. താങ്ക് യു. പക്ഷേ തുപ്പല് തെറിക്കുന്നു. എന്റെ ആദ്യത്തെ ചോദ്യം ഗുരുജി കൊടുക്ക. കുരുതി കൊടുക്കാൻ? അതല്ല, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഹൗ മെനി ലെറ്റേഴ്സ് ഓഫ് ദ അക്ഷരമാല ഈസ് ദ ഇംഗ്ലീഷ് ഈസ്? എ 26. ഏതെന്നെ 26 കൊണ്ടോ? അതല്ല, ദ ഓപ്ഷൻസ് ആർ എ 26, ബി 100 സി 57, ഡി ഒരു ചാക്ക്. 100 അല്ല, ചാക്ക്. ഭൂമി കറങ്ങുന്നത് അച്ചുതണ്ടിലാണെങ്കിൽ കേരളം കറങ്ങുന്നത് അച്ചുമാമന്റെ ഒറ്റ തണ്ടിലാണ്. ആലോചിച്ച് ഉത്തരം പറയുക. ആലോചിക്കാനൊന്നുമില്ല. എ 26. 26? അതെ. ഉറപ്പിക്കട്ടെ? കോൺക്രീറ്റ് കൊണ്ട് ഉറപ്പിച്ചു. സംശയമില്ല? ഇല്ല. ഒട്ടും സംശയമില്ല? ഇല്ലെന്നേ. ഇനി മാറ്റി പറയരുത്. ഓ, പറയില്ല. കാല് മാറില്ലല്ലോ? കാലു മാറാൻ ഞാൻ സെൽവരാജല്ല. ഇപ്പോൾ മനസ്സിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് ഒരു ചാഞ്ചാട്ടം തോന്നുന്നുണ്ടോ? തന്നോട് ഞാനൊരു 150 പ്രാവശ്യം പറഞ്ഞില്ലേ എ 26 ഉറപ്പിക്കാൻ? പിന്നെ താൻ എന്നെ കൂടി തെറ്റിക്കാനാണോ ഈ ചാഞ്ചാട്ടവും കൂഞ്ചാട്ടവുമായിട്ടിരിക്കുന്നത്? എ 26 3 തരം ഉറപ്പ്. ഇത്ര തറപ്പിച്ച് പറയാൻ സാറിന് എങ്ങനെ കഴിയുന്നു? എന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ എന്നെ പഠിപ്പിച്ചതാണ്. ആരാണ് സാറിന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ? സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരേ ഒരാൾ, സൂപ്പർ സ്റ്റാർ വൃത്തിരാജ്. എ 26. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്കൾക്ക് 1.50, അതായത് 1 രൂപ 50 പൈസ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഈ 1 രൂപ 50 പൈസ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഞാനൊരു ആനയെ മേടിക്കും. എറണാകുളത്ത് 2 ഫ്ലാറ്റും ബുക്ക് ചെയ്യും. ഒന്ന് പോടോ, 1.5 ഉലുവ, അര പാക്കറ്റ് ദിനേശ് ബീഡി മേടിച്ച് വലിക്കും. 1.5 രൂപ എങ്ങനെ പുച്ഛിക്കരുത്? ഇപ്പോഴത്തെ ഗവൺമെന്റ് 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നില്ലേ? അത് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 32 രൂപയിൽ കിടന്ന അരിക്ക് 30 രൂപ കുറച്ച് 2 രൂപയാക്കി. ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിൽ നിന്നും വെറും 1 രൂപ കുറച്ച് 1 രൂപയാക്കി. 30 രൂപ കുറച്ച ഞങ്ങളാണോ 1 രൂപ കുറച്ച ഇവരാണോ? കേമന്മാർ, കേമന്മാർ. ഇനി 3 രൂപ 40 പൈസയ്ക്ക് വേണ്ടിയുള്ള എന്റെ രണ്ടാമത്തെ ചോദ്യം. ഗുരുജി, ചോദ്യം ഷിറ്റ്, പുല്ല്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് തുടങ്ങിയ പദങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത മഹാനടൻ ആര്? ഹൂസ് ഷിറ്റ് ഈസ് ദ മാൻ സംഭാവന ഓഫ് ദ മലയാളം സിനിമ? ഓപ്ഷൻ എ സുരേഷ് ഗോപി, ബി കലാമണ്ഡലം ഗോപി, സി ചിറ്റൂർ ഗോപി ആൻഡ് ഡി ചില്ലി ഗോപി. ഓ, ഇത്രയും ടഫായിട്ടുള്ള ചോദ്യം ചോദിക്കരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞതല്ലേ. ഇനി എന്ത് ചെയ്യും? താങ്കളുടെ കയ്യിൽ ഉപയോഗിക്കാതിരിക്കുന്ന 3 എണ്ണമുണ്ട്. എന്ത്? ഓഡിയൻസ് ചോയ്സ്, ഫോൺ എ ഫ്രണ്ട്, 50-50. ഫോൺ എ ഫ്രണ്ട്. ആരാണ് താങ്കളുടെ ഫ്രണ്ട്? തൊമ്മൻചാണ്ടി. തൽക്കാലം ഒരു ഫ്രണ്ട്. ഹലോ തൊമ്മൻചാണ്ടി സാർ, ഞാൻ പ്രശസ്തനായ സിനിമാ നടൻ സുരേഷ് ഗോപിയാണ്. നമസ്കാരം. സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനാണ്. താങ്ക് യു സർ. താങ്കളുടെ സിനിമകളായ 6-ാം തമ്പുരാൻ, രാജമാണിക്യം, ഇതൊക്കെ 2ഉം 3ഉം പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഫ്രണ്ടിനോട് ചോദ്യം ചോദിക്കുക. എടോ ചാണ്ടിയേ, എന്തോ
ഏതോ ഒരു മലയാള നടനെ കുറിച്ചുള്ള ഒരു കുഴക്കണ ചോദ്യം. ഷാറുഖ് ഖാൻ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? തനിക്ക് പണ്ടേ ഉള്ളതാണ് ഈ എടുത്തുചാട്ടം. എന്നാ ചോദിക്ക. ഈ നടൻ മലയാള സിനിമക്ക് ഹിറ്റോ പുല്ലോ ഏതാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നത് അത് ഇടവേള ബാബു ആണ് എന്നാണ്. അത് ഓപ്ഷൻസിലില്ല. ഞാനൊരു ക്ലൂ തരാം. ആ നടന് ഭരത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഭരതൻ. ഞാൻ ഒരു ക്ലൂ കൂടി തരാം. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയല്ലോ. ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം പി. അത് പറ. ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. പെട്ടെന്ന് പറ, സമയം തീരാറായി. ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം പി. സൂപ്പി. സൂപ്പി. നാലകത്ത് സൂപ്പി. അത് ഉറപ്പിച്ചോ? നാലകത്ത് സൂപ്പി സിനിമാ നടനല്ലല്ലോ, ഫുട്ബോൾ താരമല്ലേ. സമയം തീരാനായി, വേഗം പറ. ആര് പറഞ്ഞു സമയം തീരാറായി എന്ന്? UDF ഗവൺമെന്റ് 5 വർഷം പൂർത്തിയാക്കാതെ ഇവിടെ നിന്ന് വിളിക്കണ്ടായിരുന്നു. സമയം അവസാനിച്ചു. നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ സിനിമാ നടൻ, പ്രശസ്തൻ. ആരാണ് അയാൾ? നിങ്ങളുടെ നാവിന്റെ തുഞ്ചത്തുണ്ട്. തുഞ്ചത്ത് കുഞ്ചൻ നമ്പ്യാർ അല്ല. ഒരു ലൈഫ് ലൈൻ കൂടി ബാക്കിയുണ്ട്. എന്നാ പിന്നെ 2 തെറ്റുത്തരങ്ങൾ മായ്ച്ചതായോ? ഈ പാടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? ഇത് പാടുള്ളൊരു ചോദ്യമല്ല, ഒരു നടന്റെ രോദനം. എടാ ഗുരുജി, മാച്ച് കൊടുക്കട 2 എണ്ണം. ഇപ്പോൾ ചിറ്റൂർ ഗോപിയും കലാമണ്ഡലം ഗോപിയും മാഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ളത് സുരേഷ് ഗോപിയും ചില്ലി ഗോപിയുമാണ്. അതെ. എന്താ? അതെ. എന്താ? പിന്നെ ഒരെണ്ണവും കൂടി വായിച്ചു തരാൻ പറ്റുമോ? സാധാരണ അങ്ങനെ ചെയ്യാത്തതാണ്. ഇങ്ങനെ ഒരു നടനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ലേ. പ്ലീസ്. എടാ ഗുരുജി, പുല്ല, ഒരു തെറ്റുത്തരം കൂടി മാച്ച് കളയേ. ഇപ്പോൾ ചില്ലി ഗോപി മാഞ്ഞു പോയിരിക്കുന്നു. സുരേഷ് ഗോപി മാത്രമാണ് ഇവിടെയുള്ളത്. ഇനി ആലോചിച്ച് ശ്രദ്ധിച്ച് ഉത്തരം പറയുക. ആരാണ് ഈ മഹാനടൻ? ഇതെന്തൊരു പരീക്ഷണമാണ്. നിയമസഭയിൽ പോലും ഇത്രയും ശക്തമായ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഞാൻ പതറിയിട്ടില്ല. ഒരു കുളു കൂടി തായോ. കുളു. ലാസ്റ്റ് ക്ലൂ. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. ഡാഷ് തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരു മൈന. ആ ഡാഷ് ആണ് ഈ നടന്റെ പേര്. മിസ്റ്റർ ഡാഷ് രാജേഷ്. രാജേഷ് അല്ല, സുരേഷ്. സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറിയിറങ്ങിപ്പോയതല്ലേ, ഓർമ്മ കാണില്ല. അന്ന് ഞാൻ കണ്ണൂർ DYFI. കമ്പ്യൂട്ടറും ബ്ലൂ ചിപ്പും കൊണ്ട് കോടികൾ അമ്മാനമാടുന്ന ഈ കളിയിൽ എന്നെ അറിയില്ലെന്ന് പറഞ്ഞാൽ? ആരു പറഞ്ഞു അറിയില്ലെന്ന്? താങ്കളല്ലേ മലയാളത്തിലെ മഹാനായ നടൻ, സൂപ്പർ സ്റ്റാർ ഭരത് സുരേഷ് ഗോപി. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. താങ്കൾ എന്നേക്കാൾ വലിയൊരു നടനാണ്. വെറും നടനല്ല, ജനപ്രിയ നടൻ. ഓപ്പൺ ഗംഗം സ്റ്റൈൽ. ഞങ്ങൾ രാഷ്ട്രീയക്കാർ ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ. മാളിക മുകളേറുന്ന മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഹലോ, ഒരു കാര്യം മറന്നു. എന്താ? ഷിറ്റ്. പോയി വന്നു. Oh
बड़ी बुम्बा उल्लाला 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 तू के मेरी फैंटेसी छुनाना 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 अपनी जवा हो गई उल्लाला 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 तू के मेरी फैंटेसी